السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله، ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا فلا خوف عليهم ولا هم يحزنون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم، طه الرسول الذي قد خص بالكرم. ആദരണീയരായ പണ്ഡിതന്മാർ, നേതാക്കൾ, പ്രിയപ്പെട്ട പ്രവർത്തകർ, വന്യരായ രക്ഷിതാക്കൾ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരു ഇൽമിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരാണ് നാം എല്ലാം. മനുഷ്യരാണ്, അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ സൃഷ്ടാവാണ്. നന്മ ചെയ്തു തന്ന ഏറ്റവും മഹത്തായ നന്മകൾ മുഴുവനും ചെയ്തു തന്ന രാജാവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മൾ കാണുന്ന കണ്ണും കേൾക്കുന്ന കാതും സംസാരിക്കുന്ന നാവും ചിന്തിക്കുന്ന മനസ്സും പിടിക്കുന്ന കൈയും നടക്കുന്ന കാലും, അങ്ങനെ നമ്മുടെ ശരീരത്തിൽ വില കണക്കാക്കാൻ കഴിയാത്ത ഹാർട്ടും കിഡ്നിയും ശ്വാസകോശവും കരളും, അങ്ങനെ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത വില പറയാൻ കഴിയാത്ത ധാരാളം അനുഗ്രഹങ്ങൾ നാം ചോദിക്കാതെ തന്നെ നമുക്ക് സംവിധാനിച്ചു തന്ന രാജാവാണ് അല്ലാഹു ജല്ല ജലാലുഹു. അതിന്റെ പുറമെ ആവശ്യമുള്ള ഭക്ഷണം, വെള്ളം, ഓക്സിജൻ, അങ്ങനെ ആവശ്യമുള്ളതെല്ലാം അല്ലാഹു നമുക്ക് സംവിധാനിച്ചു തന്നിട്ടുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തന്ന രാജാവ് ഒരു വിഷയവും വിട്ടുകളഞ്ഞിട്ടില്ല. ഞാൻ മിനിഞ്ഞാന്ന് രാവിലെ ഒരു വൈദ്യരെ സമീപിച്ചു.
ചെറിയ അലർജിയുടെ രോഗമുള്ളതുകൊണ്ട് കുട്ടികൾ അവിടെ ഇങ്ങോട്ട് നടക്കാൻ പറഞ്ഞപ്പോ ഞാൻ അതിന് സന്നദ്ധനായില്ല എന്ന് മാത്രമല്ല, നടന്ന സമയത്ത് ഇങ്ങനെ ടവല് കൊണ്ട് ഇങ്ങനെ പൊത്തിപ്പിടിച്ച് നടന്നു. ചെറിയ അലർജിയുടെ അസുഖം എന്റെ കുട്ടിക്കാലത്തെ ഉള്ളതാണ്. അതുപോലെ ചെറിയ ഒരു അസുഖത്തെ സംബന്ധിച്ച് ഞാനൊരു വൈദ്യരോട് പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, വയൽച്ചുള്ളി എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്. വയൽച്ചുള്ളി എന്ന് പറയുന്ന ഒരു മരുന്ന് നമ്മൾ സാധാരണ നെൽവയലുകളിൽ കാണുന്ന ഒരു മുള്ളുള്ള സാധനമാണ്, നമ്മൾ ഒരു വിലയും വെക്കാത്ത സാധനമാണ്. അദ്ദേഹം പറഞ്ഞു, അത് കഴിയുമെങ്കിൽ അത് പറിച്ച് ഉണക്കി പൊടിച്ച് അല്ലെങ്കിൽ ഉണക്കിയിട്ട് വെള്ളത്തിലിട്ട് കുടിച്ചാൽ, അതിന്റെ പുറമെ അതിന്റെ ഇല വറുത്ത് ഒരു കൊല്ലത്തോളം തിന്നാൽ ആ രോഗത്തിന് നല്ല ശമനം ഉണ്ടാവും. അപ്പോഴാണ് ഈ സാധനം ഇത്ര വിലയുള്ള സാധനമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാണ്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ പറ്റി പറയാം. അലർജിയുടെ രോഗത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോ ഒരു വൈദ്യർ എന്നോട് പറഞ്ഞു, തൊട്ടാറുവാടി എന്നുള്ളൊരു സാധനമുണ്ട്, വലിയ അത്ഭുതകരമായ സാധനം. നമ്മളൊക്കെ അറബികളൊക്കെ വന്നാൽ കാണിച്ചു കൊടുക്കുന്ന സാധനമാണ്. കാരണം അത് തൊട്ടാലും ഉറങ്ങുകയാണ്. നമ്മളൊക്കെ തൊട്ടാ ഉറക്ക തെളിയലാണ്, മൂപ്പര് ഉറങ്ങലാണ്. നേരെ തിരിച്ച് ഒരു വലിയ അത്ഭുതമുള്ള സാധനം തൊട്ടാറുവാടി. ഈ തൊട്ടാറുവാടി അതിന് വലിയ മരുന്നാണ്. അപ്പൊ നമ്മൾ അറിയാതെ നമ്മുടെ കൺമുമ്പിൽ എത്രയോ സാധനങ്ങൾ അല്ലാഹു തആല നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി എത്രയോ ആയിരക്കണക്കിന് കോടിക്കണക്കിന് സൃഷ്ടികളെ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ചെയ്തു തന്ന രാജാവായ അല്ലാഹ് ഇവിടെ ഇപ്പോ കുറെ ബൾബുകളും ട്യൂബുകളുമൊക്കെ കത്തും. എന്നാലും നമ്മളിരുന്ന കാലിന്റെ ചുവടെ നമ്മളിരുന്നത് കൊണ്ട് അവിടെ നമ്മൾ കസേരയുടെയും നമ്മുടെ ശരീരത്തിന്റെയും നിഴല് കൊണ്ട് കാണൂല. അങ്ങനെയാണ്. അതേസമയം ഒരൊറ്റ ഒരു ബൾബ് ഏകദേശം 15 കോടിയോളം കിലോമീറ്റർ അകലെ അല്ലാഹു തആല സൃഷ്ടിച്ചപ്പോൾ ആ ഒരൊറ്റ സൂര്യന്റെ ലൈറ്റ് ഒരു പഞ്ചായത്തിലും ഒരു സ്റ്റേറ്റിലും ഒരു രാഷ്ട്രത്തിലും അല്ല, ഭൂമിയുടെ പകുതിയിലധികം സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് ആ ലൈറ്റ് ലഭിക്കുകയാണ്. വീട്ടിന്റെ ഉള്ളിലടക്കം ആ സൂര്യന്റെ വെളിച്ചം നമുക്ക് കിട്ടുകയാണ്. 5 പൈസ അതിന് നമ്മൾ ചാർജ് അടക്കേണ്ടതില്ല, ഒരു ഡീസലും ചെലവില്ല, ഒരു ഓപ്പറേറ്ററും ഇല്ല, നമ്മളെ കറണ്ട് പോലെ ഇടക്കിടക്ക് പോകുന്ന പ്രശ്നവുമില്ല. മഴ കുറയുമ്പോ ഇനി ഇത് എത്രയാണ് കുറയാ അങ്ങനത്തെ ബേജാറുമില്ല. ആകെ ഒരൊറ്റ ബൾബ് യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച സൂര്യൻ. സുഹൃത്തുക്കളെ, ആ സൂര്യന്റെ വെളിച്ചം ലഭിച്ചില്ലെങ്കിൽ തെങ്ങിന്റെ മേലെ തേങ്ങയില്ല, കുരുമുളകില്ല, പല സസ്യങ്ങളിലും അതിന്റെ കായകളില്ല. അങ്ങനെ എത്രയോ സംവിധാനങ്ങൾ ഇനി അതിന്റെ താപം കൊണ്ട് അതിന്റെ ശക്തി കൊണ്ട് അതില്ലാത്ത സമയത്തും കത്താനുള്ള ഒരുപാട് സംവിധാനങ്ങൾ. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരൊറ്റ ബൾബിൽ ലോകസത്താവായ അല്ലാഹു തആല സംവിധാനിച്ചിട്ടുള്ളത്. ആ യജമാനനായ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് അവനെ സ്നേഹിച്ച് അവനെ അംഗീകരിച്ച് അവനിൽ അർപ്പിച്ച് അവനെ അനുസരിച്ച് ജീവിക്കുകയാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയും തന്റെ ഇടവുമുള്ള മനുഷ്യന്റെ കടപ്പാട്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, ഈമാനുള്ളവൻ വിശ്വാസമുള്ളവൻ
അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അല്ലാഹുവിനെയാണ്. ആ അല്ലാഹുവിനെ മനസ്സിന്റെ അടിത്തട്ടിൽ സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിക്കുമ്പോൾ ആ രാജാവിനെ അറിയണം. അറിയാൻ നമ്മുടെ യുക്തി മതിയാകൂല. കാരണം നമ്മുടെ കണ്ണുകൊണ്ട് കാണാനോ, കാതുകൊണ്ട് ശബ്ദം കേൾക്കാനോ, കൈകൊണ്ട് തൊട്ട് മനസ്സിലാക്കാനോ, മൂക്കുകൊണ്ട് മണത്തറിയാനോ, നാവുകൊണ്ട് രുചിച്ചറിയാനോ, അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ കഴിയുന്ന ഒരുവനല്ലല്ലോ അല്ലാഹ്. മറിച്ച് ചിന്തിക്കുന്നവന് അറിയാൻ കഴിയുന്നവനാണ്. വൻദുർ ഇലാ നഫ്സിക സുമ്മ തഖിലി ലിൽആലമിൽ ഉൽവി സുമ്മ സൂഫിലി തജിദ് ബിഹി സുൻഅൻ ബദിഅൽ ഹികമി ലകിൻ ബിഹി ഖാമ ദലീലുൽ അദബി. ഇബ്രാഹിം അൽ-ലഖാനി റളിയല്ലാഹു അൻഹു ലോകപ്രശസ്തമായ ജൗഹറത്തു തൗഹീദിൽ പറഞ്ഞു, ചിന്തിച്ചു നോക്കണം. ചിന്തിച്ചാൽ ലോകം മുഴുക്കി സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ അല്ലാഹുവിനെ അറിയാൻ കഴിയും. ആ അല്ലാഹുവിനെ അറിയേണ്ടതുപോലെ അറിയാൻ അതിന് മനുഷ്യന്റെ ചിന്തയും മതിയാവൂല. മറിച്ച് അല്ലാഹു തന്നെ അറിവ് നൽകണം. അങ്ങനെ അറിവ് നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സാധാരണ മനുഷ്യരുടെയും അല്ലാഹുവിന്റെയും ഇടയിൽ മധ്യവർത്തികളായ കുറെ ആളുകളെ നിശ്ചയിച്ചു. ആ മധ്യവർത്തികളാണ് അമ്പിയാക്കൾ, മുർസലീങ്ങൾ, പ്രവാചകന്മാർ. ആ അമ്പിയാക്കൾക്ക് മുഴുവനും അവസാനം കുറിച്ചുകൊണ്ട് അവസാനമായി വരികയും കാഫത്തൽ ലിന്നാസ്, ഒരു മക്ക മദീനയിലോ അറബികളിലോ മാത്രമല്ല, ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല, ഏതെങ്കിലും ഒരു കുടുംബത്തിൽ മാത്രമല്ല, ഏതെങ്കിലും ഒരു ഭാഷക്കാർക്കോ ദേശക്കാർക്കോ മാത്രമല്ല, എല്ലാ മനുഷ്യരിലേക്കും എല്ലാ സൃഷ്ടികളിലേക്കും നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തി, തുല്യതയില്ലാത്ത ഒരു നേതാവ്. അതാണല്ലോ സുഹൃത്തുക്കളെ ലോകത്തുള്ള എല്ലാ സൃഷ്ടികൾക്കും കാരുണ്യമായി, എല്ലാ സൃഷ്ടികൾക്കും സർവ്വ നന്മകളും എത്തിച്ചു കൊടുക്കാൻ അല്ലാഹു നിയോഗിച്ചയച്ച അവന്റെയും സൃഷ്ടികളുടെയും ഇടയിലുള്ള മധ്യവർത്തി മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൂർണ്ണമായി ഉൾക്കൊള്ളണം. ഈ രണ്ട് കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സമൂഹത്തിൽ അതാ പഠിപ്പിക്കപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠതയുള്ള വചനങ്ങളാണല്ലോ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവൻ മനസ്സറിഞ്ഞുകൊണ്ട് മനസ്സിലുറപ്പിച്ചുകൊണ്ട് മറ്റാരുടെയും ഭീഷണിക്ക് വിധേയമായിട്ടോ ആരുടെയെങ്കിലും പ്രകോപനത്തിനോ പ്രലോഭനത്തിനോ അടിമപ്പെട്ടുകൊണ്ടോ മനസ്സിന്റെ ഉള്ളിലില്ലാതെ അതാ പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. മനസ്സിന്റെ അടിത്തട്ടിൽ അംഗീകരിച്ചുകൊണ്ട് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പറയുന്ന രണ്ട് വചനം, അതേ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. وجامعا معنى الذي تقرر شهادة الإسلام فطرح البراء. പരിശുദ്ധ ഇസ്ലാമിന്റെ എല്ലാ വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളുന്ന
രണ്ട് കലിമത്ത്, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അർഹമർ റഹീമിനായ റബ്ബേ, ആ കലിമത്തിൽ ഉറപ്പിച്ചു നിർത്തി ആ കലിമത്ത് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണം റഹ്മാനേ. സുഹൃത്തുക്കളെ, ആ കലിമത്തിന്റെ പേര് ഒരേ ഒരു ഖിബിലയിലേക്ക്, കഅബയിലേക്ക് നെഞ്ഞു തിരിച്ച് നിസ്കരിക്കുന്ന, ഏകനായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന, ഒരേ ഒരു നേതൃത്വത്തിന്റെ പിന്നിൽ അണിനിരക്കുന്ന, ഒരേ ഒരു കേന്ദ്രത്തിലേക്ക് നെഞ്ഞുതിരിക്കുന്ന, ഒരേ ഒരു ഭാഷയിൽ ഇസ്ലാമിന്റെ കർമ്മങ്ങൾ, ഇബാദത്തുകൾ നിർവഹിക്കുന്ന മുസ്ലിം കൂട്ടായ്മ. ഈ മുസ്ലിം കൂട്ടായ്മ അത് മുറുകെ പിടിച്ച് ജീവിക്കുന്നവർക്കാണ് സുന്നികൾ എന്ന് പറയുന്നത്. ഇവിടെ സുന്നി സമ്മേളനവും മതപ്രഭാഷണവും എന്നാണ് ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. സുന്നി എന്ന് പറയുന്നത് ആരാണ് എന്നാണ് ഞാൻ ഈ ചെറിയ സമയത്തിനുള്ളിൽ വിശദീകരിച്ചിട്ടുള്ളത്. നീണ്ട സമയം പ്രസംഗിക്കാൻ പ്രതിബന്ധങ്ങളുണ്ട്, അതുകൊണ്ട് നീട്ടി സംസാരിക്കുന്നില്ല. സുഹൃത്തുക്കളെ, സുന്നികൾ എന്ന് പറയുന്നത് അവർക്ക് തന്നെയാണ് മുസ്ലിങ്ങൾ എന്നും പറയുന്നത്. സുന്നികളൊന്ന് വേറെയും മുസ്ലിമികളൊന്ന് വേറെയും അല്ല. ഊണ് എന്ന് പറഞ്ഞാലും ചോറ് എന്ന് പറഞ്ഞാലും രണ്ടും ഒന്നില്ല. അതുപോലെ സുന്നികളെന്ന് പറയുന്നതും മുസ്ലിമികളെന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് സുന്നത്ത് ജമാഅത്ത് എന്നും മുസ്ലിം ജമാഅത്ത് എന്നും പറഞ്ഞാൽ രണ്ടും ഒന്നാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആശയം അംഗീകരിക്കുന്ന മുസ്ലിം കൂട്ടായ്മ, അതാണ് സുന്നത്ത് ജമാഅത്ത്, സുന്നി. അതിനെയാണ് മുസ്ലിം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മുസ്ലിം കൂട്ടായ്മയായി ലോകത്ത് വിശ്വസിച്ചും ആചരിച്ചും വരുന്ന കാര്യങ്ങളും അംഗീകരിക്കുന്നവർ. സുഹൃത്തുക്കളെ, ഇപ്പോൾ ഒരു വിഷയത്തിൽ കടക്കാൻ സമയം മതിയാവില്ല. ഞാൻ പറയാം, നമ്മൾ എത്രയോ കാലമായി വെള്ളിയാഴ്ച ഖുതുബ കേൾക്കുന്നു. ഇവിടെ സുന്നികൾ മാത്രമുള്ള സ്ഥലമാണ്. നേരത്തെ നമ്മുടെ സഖാഫി സ്വാഗതം പറയുമ്പോൾ പറഞ്ഞു, എനിക്ക് വലിയ സന്തോഷമായി അത് കേട്ടു. അല്ലാഹു തആല അത് നിലനിർത്തി തരുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്ത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും അന്നു മുതൽ ഇന്നേ വരെയുള്ള മുസ്ലിമീങ്ങൾ, മുസ്ലിം പണ്ഡിതന്മാരും പഠിപ്പിച്ച വഴി, അതാണ് സുന്നത്ത് ജമാഅത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞു, ആമുറുക്കും ബിഖംസിൻ, ഞാൻ നിങ്ങളോട് 5 കാര്യം നിർദ്ദേശിക്കും. ഒന്നാമതായി പറഞ്ഞത് അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ മുസ്ലിം ജമാഅത്തിൽ, മുസ്ലിം കൂട്ടായ്മ മുറുകെ പിടിച്ച് ജീവിക്കണം. അൽ ജമാഅ, മുസ്ലിം കൂട്ടായ്മ. നമ്മൾ മുമ്പേ കണ്ടുവരുന്നു, വെള്ളിയാഴ്ച ജുമുഅക്ക് മുമ്പ് 2 ഖുതുബ ഓതി വരുന്നു. അതൊരു കേവലം പ്രസംഗമാണെങ്കിൽ ആകെ 10 മിനിറ്റ് നടത്തുന്ന ഖുതുബ ഇടയ്ക്ക് ഇരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം ക്ഷീണം പിടിക്കാൻ മാത്രം സമയമായിട്ടില്ല ഖതീബിന്. ഖതീബ് ചെറുപ്പക്കാരനും കൂടിയാണ്, പിന്നെ പറയുമ്പോൾ. അപ്പോൾ അതൊരു പ്രത്യേകമായ ആരാധനയും ആചാരവുമാണ്. ആ ആരാധന മുമ്പേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലം മുതൽ 1300ഓളം കൊല്ലം ഇവിടെ അറബിയിൽ നിർവഹിച്ചു. ആ ഖുതുബയിൽ നമ്മൾ അവസാനം 4 മഹാന്മാരുടെ പേരുകൾ, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കുല്ലി വാഹിദിൻ മിൻഹും അജ്മഈൻ. അത് ആദ്യം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറയാൻ കാരണം, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ് 4 ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാനമുള്ളത്. അതുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരാദ്യം പറയുന്നു. രണ്ടാമത് ഉമർ ഇബ്നുൽ ഖത്താബ് ആയതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ പേര് പറയുന്നു. മൂന്നാമത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു, നാലാമത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറയുന്നു. ഇമാം ബുഖാരി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ
മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചു ഒരു ഹദീസ്. അതിൽ കാണാം, ഞാൻ എന്റെ ബാപ്പ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ബാപ്പ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം ഏറ്റവും ഖൈറായ ആള്, ഏറ്റവും ബഹുമാനമുള്ള ആള് ആരാ? ഉടനെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കർ. ഒരു സംശയമില്ല, അബൂബക്കർ റളിയല്ലാഹു അൻഹു. സുമ്മമൻ, പിന്നെ ആരാ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാ ചോദിക്കുന്നത്. അപ്പൊ സാധാരണ നിലക്ക് മക്കൾക്ക് ബാപ്പാക്ക് വലിയ സ്ഥാനം കിട്ടൽ, ശിഷ്യന്മാർക്ക് ഉസ്താദിന് വലിയ സ്ഥാനം കിട്ടലൊക്കെ സാധാരണ നിലക്ക് വലിയ താല്പര്യം ഉണ്ടാവും, സ്വാഭാവികം. അപ്പോ കുരുത്തം കെട്ട ശിഷ്യന്മാരാണെങ്കിലും ഉണ്ടാവില്ല, കുരുത്തം കെട്ട മക്കളാണെങ്കിലും ഉണ്ടാവില്ല. നേർക്കേറുള്ളതിനെ പറ്റി ഞാൻ പറഞ്ഞു. സഹോദരന്മാര്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ മകന് ബാപ്പ ഇനിയും പിന്നിലാവോ എന്നൊരു തോന്നല് മഹാനവറുകൾ തന്നെ പറഞ്ഞു. ഞാൻ വിചാരിച്ചു, ഇനി ഞാൻ ആരെങ്കിലും ചോദിച്ചാലേ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പേര് പറയോ എന്ന് പേടിച്ചിട്ട് അയക്കാം. പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പിന്നെ നിങ്ങളല്ലേ എന്ന് ചോദിച്ചു. ഞാൻ അങ്ങോട്ട് ബാപ്പാനോട് പിന്നെ നിങ്ങളല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ബാപ്പ പറഞ്ഞു, മാ അന ഇല്ലാ റജുലുൻ മിനൽ മുസ്ലിമീൻ, എന്റെ മുന്നേ വേറെ ആളുണ്ട് മോനെ എന്ന് അറിയിക്കുന്ന വിധം വിനയത്തോടെ പറഞ്ഞ വാക്കാണ്. ഞാൻ മുസ്ലിമീങ്ങളിൽ ഒരു റജുല്, ഒരു പുരുഷൻ, ഒരു ആൺകുട്ടി മാത്രമാണ്. സുഹൃത്തുക്കളെ, അപ്പൊ ലോക മുസ്ലിമീങ്ങൾ വിശ്വസിച്ചു വരുന്നു. ഈ 4 സഹാബികൾ, അതിലൊന്നാമത്തെ വ്യക്തി സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. നമ്മുടെ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്കിടയിൽ ആർക്കും തർക്കമില്ല എന്നല്ല, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അജ്മഅ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്ത് മുസ്ലിം കൂട്ടായ്മ തർക്കമില്ലാതെ പഠിപ്പിച്ചതാണ് ഏറ്റവും ബഹുമാനമുള്ള ആൾ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ഈ തർത്തീബ് അത് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു ശിഷ്യൻ ഇമാം അബ്ദുൽ ഖാഹിർ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അതിൽ ഇജ്മാ, പണ്ഡിതന്മാരുടെ കൂട്ടായ്മ ഉദ്ധരിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഹാഫിദുൽ ദഹബി വലിയ നിരൂപണ പണ്ഡിതനാണ്. അദ്ദേഹം രേഖപ്പെടുത്തി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി തവാത്തുർ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ഏറ്റവും ബഹുമാനമുള്ള ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം സഹാബികൾ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. തവാത്തുർ കൊണ്ട് സ്ഥിരപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ലഅനല്ലാഹു റാഫിളത മാ അജ്ഹലഹും, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളായ റാഫിളത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കയ്യും കാലും ഉണ്ട് എന്ന് പറയുന്നവര്, അള്ളാഹ് കസേരമിലിരിക്കുന്നു എന്ന് പറയുന്നവര്, അങ്ങനെ തുടങ്ങിയിട്ട് പടച്ചവനെ കുറിച്ച് തെറ്റായ വാദങ്ങളുള്ളവര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത പുതിയ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നവര്, മാസം കണ്ടാലും നോമ്പെടുത്തുകൂടാ, പെരുന്നാളാക്കി കൂടാ, കണക്കൂട്ടി വെക്കണമെന്ന് പറയുന്നവര്, ഇങ്ങനത്തെ ഒരുപാട് പിഴച്ച വാദങ്ങളുള്ള സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നിന്ദിക്കുന്ന കക്ഷിയാണ് റാഫിളത്ത്. ആ റാഫിളത്തിനെ സംബന്ധിച്ച് ഹാഫിദുൽ ദഹബി പറയാണ്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്നെ ഇത്രയും ഉറപ്പിച്ച് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനാണ് ഏറ്റവും ബഹുമാനം എന്ന് പറഞ്ഞിരിക്കെ, മാ ലഅനല്ലാഹു റാഫിള, ഈ സുന്നത്ത് ജമാഅത്തിന്റെ എതിരായ ആശയം അലി ഇബ്നു അബീ ത്വാലിബിനാണ് കൂടുതൽ ബഹുമാനമെന്ന് പറയുന്ന റാഫിളത്തിന് അല്ലാഹുവിന്റെ ലഅനത്തുണ്ടാകട്ടെ. മാ അജ്ഹലഹും, അവരെ ഇത്ര വിവരം കെട്ടവരാക്കിയത് ഏതൊരു വിഷയമാണ്. വല്ലാത്ത വിവരക്കേടായി പോയി. അവര് സിദ്ദീഖുൽ അക്ബറിനെ അതാ പിന്നിലേക്ക് തള്ളിയിട്ട് അലി ഇബ്നു അബീ ത്വാലിബിനാണ് ബഹുമാനമെന്ന് പറഞ്ഞത്. ഞാനിതെന്തിനാ പറഞ്ഞതെന്നറിയോ? ഈ അടുത്ത് ഞാൻ ഒരു ക്ലിപ്പ് കേട്ടു, ഒരു ഖുർആൻ പ്രഭാഷകന്റെ ക്ലിപ്പ്. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന്റെ ക്ലിപ്പിൽ അദ്ദേഹം പറഞ്ഞു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാളും ഉമർ മുഖ്താബിനേക്കാളൊക്കെ ബഹുമാനം എന്ന് പറഞ്ഞു. ഒരു പുതിയ ആശയം. അപ്പൊ അതിനെ സംബന്ധിച്ച് കൂട്ടർ ചോദിച്ചു, നിങ്ങൾ ഷിയ ആശയമാണല്ലോ പറഞ്ഞതെന്ന് പലരും പറഞ്ഞു. അല്ലല്ല, ഞാൻ പറഞ്ഞത് തന്നെയാണ് ശരി, ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ് അലി ഇബ്നു അബീ ത്വാലിബിനാണ് അവരെക്കാളൊക്കെ ബഹുമാനം എന്ന് അദ്ദേഹം അങ്ങോട്ട് വാദിക്കുകയാണ്. കുറെ കാലം ഖുർആൻ പ്രഭാഷണം എന്ന് പറഞ്ഞ് നമ്മുടെ ആലിമീങ്ങളൊക്കെ കുറ്റം പറഞ്ഞു നടന്ന ഒരാള്. എന്താ സംഗതി? ഞാൻ മനസ്സിലാക്കുന്നു,
അദ്ദേഹം ഏതോ ഒരു വ്യാജ തരീഖത്തിൽപ്പെട്ടിട്ടുണ്ട്. ഏതോ ഒരു വ്യാജ തരീഖത്തിൽപ്പെട്ടിട്ടുണ്ട്. വ്യാജ തരീഖത്തിൽപ്പെട്ടപ്പോൾ അദ്ദേഹം സുന്നത്ത് ജമാഅത്ത് മറികടന്ന് പ്രസംഗിച്ചുപോയി. അഹ്ലുസുന്നത്തിലെ ഒരു ഇമാമിനും ഒരു പണ്ഡിതനും തർക്കമില്ല എന്ന് ഇമാമീങ്ങളൊക്കെ പറഞ്ഞ കാര്യം എല്ലാ ആലിമീങ്ങൾക്കും അറിയാം, എവിടെ ബിരുദമെടുത്തവർക്കും അറിയാം. സറഹുൽ ഖായിദിൽ സൈദുദ്ദീൻ ഖഫ്താസാനി റളിയല്ലാഹു അൻഹു ഒരു സംശയത്തിനും അവകാശമില്ലാതെ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ പറയുന്ന സമയത്ത് പഠിപ്പിച്ച കാര്യം അത് മാറ്റി പറയുന്നു. കാരണം ഏതോ ഒരു വ്യാജ ശൈഖിന്റെ കുടുക്കിൽ കുടുങ്ങിയിട്ടുണ്ട്. ഇതുപോലെ അദ്ദേഹം ഒരു ബിരുദധാരിയാണ്. വേറൊരു ബിരുദധാരിയുടെ ഒരു പ്രസംഗം ഞാൻ കേട്ടു. ഒരാൾ ചോദിച്ചു, റമളാൻ മാസത്തില് പച്ചാ പകല് നമുക്കൊരു വലിയ പാല് തന്നാല് വെള്ളം തന്നാൽ കുടിക്കാൻ പറ്റുമോ? വലിയ ഉറപ്പുണ്ടെ കുടിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഫത്വ. സുബ്ഹാനല്ലാഹ്, എന്താ സംഗതി? അത് വേറൊരു വ്യാജ ശൈഖിന്റെ വലയിൽപ്പെട്ടതാണ്. അപ്പോൾ പിന്നെ അല്ലാഹുവിന്റെ ദീന് മാറ്റിപ്പറയുകയാണ്. ഓ മുഅ്മിനീങ്ങളെ, ഇവിടെ സുന്നികൾ മാത്രമാണെന്ന് സ്വാഗതത്തിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ്, ഇവിടെ ഈമാൻ രക്ഷിക്കാൻ വേണ്ടി പറയേണ്ടത് അതാ സുന്നിയല്ലാത്ത മുജാഹിദിനെ കുറിച്ചോ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ചോ ഖാദിയാനിയെ കുറിച്ചോ അല്ലല്ലോ. ഇവിടെ പറയേണ്ടത് ഇത്തരത്തിലുള്ള സുന്നിയുടെ വേഷം കെട്ടിയിട്ട് സുന്നത്ത് ജമാഅത്തിൽ നിന്ന് ജനങ്ങളെ വ്യതിചലിപ്പിക്കുന്നവർ. ഇന്നലെ ഞാനൊരു ക്ലിപ്പ് കേട്ടു. ക്ലിപ്പ് കേട്ടാൽ അങ്ങനെ വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. കാരണം ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ അപ്പുറം ഇപ്പുറമൊക്കെ മുറിച്ചിട്ട് കേൾപ്പിക്കുന്ന ഒരുപാട് സത്യസന്ധരല്ലാത്ത മനുഷ്യന്മാരുള്ള കാലാണ്. പക്ഷേ ആ ക്ലിപ്പിൽ ഒരാൾ പറയാണ് മറ്റൊരാളെ കുറിച്ച്, അദ്ദേഹം തീരെ നിസ്കരിക്കലില്ല. പിന്നെന്താ ചെയ്യല്? ഇടക്കിടക്ക് മടവൂരിൽ പോവും, സിയാറത്ത് ചെയ്യും, പക്ഷെ തീരെ നിസ്കരിക്കലില്ല. 5 നേരം നിസ്കരിക്കണമെന്ന് പറയുന്ന നമ്മളെപ്പോലുള്ള പാവപ്പെട്ട ആളുകളോട് അദ്ദേഹത്തിന് കടുത്ത വെറുപ്പാണ് പോൽ. എനിക്കറിയാവുന്ന, എനിക്ക് പരിചയമുള്ള ഒരു അഡ്വക്കറ്റാണ്. എന്റെ മുസ്ലിമീങ്ങളെ ഞാൻ പറയട്ടെ, സുന്നി തറവാട്ടിൽ ജനിച്ച് സുന്നിയായ ബാപ്പ ഉമ്മക്ക് ജനിച്ച് മുജാഹിദായിട്ടില്ല, ജമാഅത്തെ ഇസ്ലാമി ആയിട്ടില്ല. മറിച്ച് ബഹുമാനപ്പെട്ട CM വലിയുള്ളാന്റെ മഖബറെ പോന്ന ആളാണ്. പക്ഷേ മുർജിയത്ത് എന്ന് പറഞ്ഞിട്ടൊരു പുത്തൻവാദികളുണ്ട് പഴയ കാലത്ത്. അത് ഇമാമിങ്ങൾ അവരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. മുർജിയത്തിന്റെ വാദം എന്താ? വിശ്വാസം ക്ലിയറായാൽ മതി, കർമ്മം വേണമെന്നില്ല. സുഹൃത്തുക്കളെ, ഈ രൂപത്തിൽ അറിവില്ലായ്മ കൊണ്ട് ഈമാൻ തെറ്റിപ്പോകുന്ന ധാരാളം ആളുകളുണ്ട്. അങ്ങനത്തെ ഒരു പിഴച്ച പ്രസ്ഥാനത്തിലും എന്റെ മുസ്ലിമീങ്ങൾ പെട്ടുപോകരുതെന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുന്നു. കാരണം നമ്മുടെ വിശ്വാസം പിഴച്ചു പോയാൽ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അഹദസ, വല്ലവനും ഒരു പുത്തൻവാദിയായാൽ, ഔ ആവാ മുഹദ്ദിസൻ, അല്ലെങ്കിൽ ഒരു പുത്തൻവാദിക്ക് അഭയം നൽകിയാൽ, ഒരു പുത്തൻവാദിക്ക് അംഗീകാരം കൊടുത്താൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അല്ലാഹു അവനെ ദൂരീകരിച്ചു പോയി. വൽ മലായിക, മലക്കുകളും അവനെ റഹ്മത്തിൽ നിന്ന് ദൂരീകരിച്ചു പോയി. വന്നാസി അജ്മഈൻ, എല്ലാ നല്ലവരായ ജനങ്ങളും അവനെ ലഅനത്ത് ചെയ്ത് റഹ്മത്തിൽ നിന്ന് ദൂരീകരിച്ചു പോയി. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ലാ, അവന്റെ ഒരൊറ്റ ഫർദായ അമലോ അവന്റെ ഒരു സുന്നത്തായ അമലോ
സിയാറത്തോ ഖുർആനോ ഫാത്തിഹയോ ദിക്റോ ദുആയോ സലാത്തോ അവന്റെ നോമ്പോ നിസ്കാരമോ സകാത്തോ ഹജ്ജോ ഒന്നും അല്ലാഹു സ്വീകരിക്കൂല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളോട് ഞാൻ പറയുന്നു, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം, മുസ്ലിം ജമാഅത്തിന്റെ ആശയം, അതേ മുസ്ലിം കൂട്ടായ്മ പഠിപ്പിച്ച ദീനിന്റെ ആശയം, അതിൽ നിന്നൊരൽപ്പവും തെറ്റാതെ അത് മുറുകെ പിടിച്ച് ജീവിച്ച് മരിക്കണേ മുസ്ലിമീങ്ങളെ. അങ്ങനെയുള്ളൊരു സമൂഹത്തെ ഇവിടെ നിലനിർത്താനും അതിനുവേണ്ടി അധ്വാനിക്കാനുമാണ് നമ്മുടെ SYS, നമ്മുടെ SSF, നമ്മുടെ മുസ്ലിം ജമാഅത്ത്, നമ്മുടെ SBS, നമ്മുടെ സ്ഥാപനങ്ങള്, നമ്മുടെ സംഘടനകള്. അതുകൊണ്ട് തന്നെ നമ്മുടെ സംഘടനകളെ ശക്തിപ്പെടുത്തണം, നമ്മുടെ സ്ഥാപനങ്ങളെ പരിപോഷിപ്പിക്കണം, നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ശക്തിപ്പെടുത്തണമെന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. ഈ പാവപ്പെട്ട ഞാൻ നിങ്ങളോട് ഇപ്പൊ 2 വാക്ക് പ്രസംഗിച്ചാൽ, നിങ്ങൾ എന്റെ സദസ്സിൽ വന്നിരുന്ന് 2 വാക്ക് സംസാരിച്ചാൽ, ഈ പരിപാടി സംഘടിപ്പിച്ചാൽ, ഇവിടെ നമ്മുടെ പ്രവർത്തകന്മാര് നിങ്ങൾക്ക് വെള്ളം തരുന്നു, ആ വെള്ളം അവര് കൊടുത്താൽ, നമ്മുടെ സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തിയാൽ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ അതാ ഒരു ജുസ് ഖുർആൻ ഓതിയാൽ, സലാത്ത് ചൊല്ലിയാൽ, നിങ്ങൾ ദിക്ർ ചൊല്ലിയാൽ, നിങ്ങൾ എന്ത് കാര്യം ആര് ചെയ്താലും സ്വീകരിക്കണമോ? അല്ലാഹു പറയുന്നു, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. തഖ്വയുള്ളവരിൽ നിന്നല്ലാതെ, ഭക്തിയുള്ളവരിൽ നിന്നല്ലാതെ അല്ലാഹു തആല സ്വീകരിക്കൂല. ഈ ഭക്തി എന്ന് പറയുന്നത് അങ്ങാടിയിൽ നിന്ന് വാങ്ങുന്നൊരു കാര്യമല്ല, അത് നമുക്ക് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. അതിന്റെ ഉറവിടം മനുഷ്യന്റെ മനസ്സാണ്. മനസ്സിൽ അഹങ്കാരമുണ്ടായാൽ, മനസ്സിൽ അസൂയയുണ്ടായാൽ, മനസ്സിൽ വൈരാഗ്യമുണ്ടായാൽ, മനസ്സിൽ വിദ്വേഷമുണ്ടായാൽ, മനസ്സിൽ ദുനിയാവിന്റെ ചിന്ത വന്നാൽ, ആഖിറത്തിന് വിലയില്ലാത്ത ചിന്ത വന്നാൽ, മനസ്സിന്റെ തഖ്വ നഷ്ടപ്പെട്ടു പോയി കേട്ടോ. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെയും ആക്രമിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു, ഒരു ജീവിയെയും ആക്രമിക്കരുതെന്ന് പറഞ്ഞു. പൂച്ചയെ ആക്രമിച്ചതുകൊണ്ട് ഒരു സ്ത്രീ നരകത്തിൽ കടന്നുവെന്ന് പറഞ്ഞു. നായക്ക് വെള്ളം കൊടുത്തതുകൊണ്ട് ഒരാൾക്ക് ദോഷം പുറത്തുപോയി എന്ന് പറഞ്ഞു. ആ നബി തങ്ങൾ പറഞ്ഞല്ലോ, സുഹൃത്തുക്കളെ, മൻ ഖതല മുആഹദൻ, ഒരാ മുസ്ലിം സഹോദരനെ ഒരാളെ കൊന്നാൽ, ഏത് അമുസ്ലിമാണ്? അബൂജഹലിനെ പോലെ മുസ്ലിമീങ്ങളെ കൊല്ലാൻ വേണ്ടി ബദർ യുദ്ധം നയിച്ചുകൊണ്ട് ബദറിലേക്ക് മുസ്ലിമീങ്ങളെ കൊല്ലാൻ വേണ്ടി വന്ന ഈ യോദ്ധാവായി മുസ്ലിമീങ്ങളെ കൊല്ലാൻ വന്ന ഒരു അമുസ്ലിമിനെയല്ല, അബൂജഹലിനെ കൊന്നവനെ കുറിച്ചല്ല. അതേ സമയത്ത് മൻ ഖതല മുആഹദൻ, മുസ്ലിമീങ്ങളുമായി കരാറിലും രജ്ഞിപ്പിലും സൗഹാർദ്ദത്തിലുമായി സന്തോഷപൂർവം സൗഹാർദ്ദപൂർവം ജീവിക്കുന്ന ഒരു മുആഹദായ മുസ്ലിം സഹോദരനെ ഒരു മുസ്ലിമായ മനുഷ്യൻ കൊന്നാൽ, ലം യറഹ റായിഹത്തൽ ജന്ന, അവന് സ്വർഗത്തിന്റെ മണം കിട്ടൂല. ഒരമുസ്ലിമിനെ കൊന്നാൽ തന്നെ ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു മുസ്ലിമിനെ കൊന്നാലുള്ള കഥ പറയണോ മുസ്ലിമീങ്ങളെ? അപ്പൊ ആരെയും ആക്രമിക്കാൻ പാടില്ല, ആരെയും ചോര ചിന്താൻ പാടില്ല. അതേ, ഹറാം അൽ മുസ്ലിമു ലിൽ മുസ്ലിമി ഹറാം. മുസ്ലിം വേറൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ്. ദമുഹു, ചോര ഹറാമാണ്. വമാലുഹു, അവന്റെ സമ്പത്ത് ഹറാമാണ്. അതുപോലെ വഇർദുഹു, അവന്റെ അഭിമാനം ഹറാമാണ്.
മറ്റൊരാളെ അഭിമാനം പിച്ചു ചീന്താൻ പാടില്ല, വേറൊരുത്തനെ കുറ്റം പറയാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല, തെറി പറയാൻ പാടില്ല, അതേ കുത്താനും വേദനിപ്പിക്കാനും കല്ലെറിയാനും പാടില്ല, അതേ ഒരാളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്താൻ പാടില്ല, ഹറാമാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഞാൻ ഇതിന്റെ അടുത്തൊരു പ്രസംഗം നടത്തിയപ്പോ ചൂണ്ടിക്കാണിച്ചിരുന്നു, ആൺകുട്ടികളോടുള്ള അതേ സ്നേഹം പെൺകുട്ടികളോടും, പെൺകുട്ടികളോടുള്ള അതേ സ്നേഹം ആൺകുട്ടികളോടും വേണം. സുബ്ഹാനല്ലാഹ്, പെൺകുട്ടിയുടെ ഭർത്താവ് വന്നാ വല്ലാത്ത സ്നേഹം, അതേ സമയത്ത് ആൺകുട്ടിയുടെ മകന്റെ ഭാര്യ വന്നാ വല്ലാത്ത വെറുപ്പ്. അങ്ങനെയുണ്ട് ചില സ്ത്രീകള്, മകന്റെ ഭാര്യനോട് വല്ലാത്ത വെറുപ്പ്, അതേ സമയത്ത് മകളുടെ ഭർത്താവിനോട് വല്ലാത്ത സ്നേഹം. രണ്ടും മക്കളല്ലേ, രണ്ടും വയറ്റിലിട്ട് പോറ്റിയതല്ലേ, രണ്ടും പ്രസവിച്ചതല്ലേ. അപ്പൊ മകന്റെ ഭാര്യയോടും മകളുടെ ഭർത്താവിനോടും രണ്ടാളോടും സ്നേഹം കാണിക്കണ്ടേ ഉമ്മമാരെ? ഓ സഹോദരിമാരെ, ആരെയും ആക്രമിക്കരുത്, ആരെയും ചൂഷണം ചെയ്യരുത്, ആരെയും ബുദ്ധിമുട്ടിക്കരുത്, നമ്മൾ ആരെയും കുറ്റം പറയരുത്. നമ്മൾ പരമാവധി ഒരാൾക്ക് തകരാറുണ്ടെങ്കിൽ നന്നാക്കി എടുക്കാൻ വേണ്ടി നോക്കണം. അങ്ങനല്ലേ വേണ്ടത്? ഒരു പല്ലിന് കേട് വന്നാൽ പെട്ടെന്ന് പറിക്കല, അത് നന്നാക്കി എടുക്കാൻ നോക്കണം. ഒരു നിലക്കും നിവൃത്തിയില്ലെങ്കിലാ പിന്നെ പുറത്താക്കൽ, ഒരു നിവൃത്തിയില്ലെങ്കിലാണ് പിന്നെ പുറത്താക്കൽ, അല്ലേ? അങ്ങനല്ലേ പല്ല് പറിക്കൽ? അങ്ങനെയല്ലാതെ പറിക്കാൻ പാടുണ്ടോ? പല്ലിന് വേദന വരുമ്പോ തന്നെ പല്ല് പറിക്കല, അങ്ങനെ പറിക്കാൻ പാടില്ല. അതിനങ്ങേ തലവരെ നോക്കണം. ഒരു നിലക്കും പല്ല് ഉപയോഗിക്കാൻ പറ്റൂല എന്ന് കണ്ട അടച്ചിട്ടും നിൽക്കുന്നില്ല, എന്തുകൊണ്ടും നിൽക്കുന്നില്ല, പിന്നെ എന്ത് ചെയ്യാനാ പറിക്കല്ലാതെ? അങ്ങനെയാണ്. ഇതുപോലെ ഞാൻ പറയട്ടെ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് രണ്ട് ദേഷ്യം പിടിക്കുമ്പോൾ എനിക്ക് തലാക്കിയില്ല. പിന്നെ 2 ദിവസം മുമ്പ് എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഉസ്താദെ എന്റെ ഭാര്യനോട് എന്നെ തലാക്ക് ചെല്ലി നിന്നെ തലാക്ക് ചെല്ലി ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും, എന്താ അയക്കും തിരിച്ചു എന്നോട്. എനിക്ക് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? പടച്ചറബേ, എനിക്ക് ചോദിച്ചിട്ട് കാര്യമുണ്ട്. അത് ദേഷ്യം പിടിച്ചപ്പോ പറഞ്ഞതാണ്. നാട്ടിന്റെ അടുത്തുണ്ടായിരുന്നു ഒരു തരീക്കത്ത് കുടിക്കുന്ന ഒരാള്, അയാൾ കാര്യമായിട്ട് പറഞ്ഞത് ദേഷ്യം പിടിച്ചിട്ട് തലാക്കില്ല തലാക്ക് പോല. നമ്മള് വലിയ പ്രാസംഗികനായിരുന്നു ഒരു കാലത്ത്, ദേഷ്യം പിടിച്ചിട്ട് തലാക്കില്ല തലാക്ക് പോല. പിന്നെ ആരെങ്കിലും എന്റെ കരളേന്ന് പറഞ്ഞ് തലാക്കിയല്ലോ, ദേഷ്യം പിടിക്കുമ്പോൾ തന്നെ ഒരിടത്ത് തലാക്കിയില്ല, സ്നേഹിച്ചുകൊണ്ടാർക്കും തലാക്കിയല്ലോ. അപ്പൊ ദേഷ്യം പിടിച്ച് തലാക്കില്ല തലാക്ക് പോകുന്നുള്ളത് ഇജ്മാ, ഇമാമികളെ തർക്കമില്ലാത്ത സുന്നത്തിയമാത്തിന്റെ ആശയാ. അതിനെതിരെ തരീഖത്താന്ന് പറഞ്ഞാൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? അപ്പൊ ഇസ്ലാം അത് നമ്മുടെ മുൻഗാമികളായ ഇമാമിങ്ങളും സഹാബികളും പഠിപ്പിച്ച ഇസ്ലാം, അത് മുറുകെ പിടിച്ച് ജീവിക്കണം. അതോടുകൂടി നമ്മുടെ മനസ്സ് വളരെ ക്ലിയർ ആയിരിക്കണം. കൃത്യമായി 5 വക്ത് നിസ്കരിക്കണം. ഓരോറ്റ വ്യക്തി നിസ്കാരം കളാക്കരുത്. പിന്നെ അവനെന്ത് സുന്നിയ? നിസ്കാരം കളാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കാത്ത സുന്നിയാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദിവസം 5 നേരം വിളിച്ച് സലാം പറയാൻ അള്ളാഹ് പറയാ നമ്മളോട്. 5 നേരം വിളിച്ച് നിങ്ങൾ സലാം പറയണം നേതാവിന്. അതാ നേതാവ്. ആ നേതാവിന് 5 നേരം വിളിച്ച് സലാം പറയണം. അസ്സലാമു അലൈക അയ്യുഹൻ നബി. അത് വുജൂബ. ഒരൊറ്റ സലാമും പറയൽ വുജൂബില്ല, ഇമ്പർമെന്ന് വരെ പറയൽ സുന്നത്തേ ഉള്ളൂ. വുജൂബുള്ള സലാം 5 നേരം അസ്സലാമു അലൈക അയ്യുഹൻ നബിയു അല്ലെങ്കിൽ സലാമുൻ അലൈക അയ്യുഹൻ നബിയു എന്നെങ്കിലും പറയൽ നിർബന്ധമാണ്. ആ 5 നേരത്തെ സലാം പറയാതെ സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവൻ, ളുഹ്ർ നിസ്കരിക്കാതെ പോകുന്നവൻ, അതേ മഗ്രിബ് നിസ്കരിക്കാതെ പ്രകടനം നടത്തുന്നവൻ, അസ്ർ നിസ്കരിക്കാതെ കല്യാണം പിടിപിടിക്കുന്നവൻ, ഇശാ നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവൻ, സുഹൃത്തുക്കളെ നബിതങ്ങളുമായി അകന്നവനല്ലയോ? നബിതങ്ങൾക്ക് സലാം പറയാൻ പറഞ്ഞ സമയത്ത് സലാം പറയാത്തവനല്ലയോ? പിന്നെ അവനെന്ത് സുന്നി? ചിലരുണ്ട് താലിമീങ്ങളോട് വലിയ ബഹുമാനം, മുത്തലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കും, പരിപാടിക്കൊക്കെ ജോറായിട്ട് കസേരെടുത്തൊക്കെ ഉണ്ടാവും, സിയാറത്ത് ചെയ്യാൻ മുമ്പന്തിയിലുണ്ടാവും, സുബീകളാക്കും. അങ്ങനെ ഒരു മുസ്ലിം വേണ്ട. കൃത്യമായി 5 വക്ത് നിസ്കരിക്കണം. റമദാനിൽ നോമ്പെടുക്കണം കഴിയുന്നവർ. അതാ ഒരു നിവൃത്തിയില്ലമില്ലെങ്കിൽ അതിന് വേണ്ടി ചെയ്യേണ്ടത് ചെയ്യണം. സുഹൃത്തുക്കളെ ഫിദിയ കൊടുക്കണം. കഴിവുള്ളവര് സക്കാത്ത് നൽകണം. കഴിവുള്ളവര് ഹജ്ജ് ചെയ്യണം.
കുടുംബ ബന്ധം ചേർക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം, ശല്യം ചെയ്യരുത്, പ്രായമുള്ളവരെ ബഹുമാനിക്കണം, കുട്ടികളോട് കാരുണ്യം കാണിക്കണം, പണ്ഡിതന്മാരെ ആദരിക്കണം, സയ്യിദന്മാരെ സ്നേഹിക്കണം, പരസ്പര സ്നേഹത്തോടെ ജീവിക്കണം, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്, അനൈക്യങ്ങൾ ഉണ്ടാക്കരുത്. നമ്മൾ നല്ല മനസ്സോടെ ഒത്തൊരുമയോടെ ജീവിക്കണം. പാവപ്പെട്ടവർക്കെതിരെ കണ്ണ് ചിമ്മരുത്, പാവപ്പെട്ടവരെ കണ്ടെത്തണം, അവർക്ക് നോമ്പ് തുറക്കാൻ എത്തിക്കണം, പാവപ്പെട്ടവരെ ചികിത്സക്ക് സാന്ത്വന പ്രവർത്തനം നടത്തണം, അവർക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കണം, പാവപ്പെട്ടവന്റെ രോഗം കാണാൻ പോകണം, അവനെയും സാന്ത്വനപ്പെടുത്തുന്ന വാക്കുകൾ പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗമുള്ളവരെ കണ്ടാൽ ചെന്ന് നോക്കാറുണ്ട്, രോഗമുള്ളവരെ സന്ദർശിക്കാറുണ്ട്. അവിടെ അടിമയെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ല. ക്ഷണിച്ചാൽ പാവപ്പെട്ടവര് ക്ഷണിച്ചാലും പോകാറുണ്ട്, പണക്കാര് ക്ഷണിച്ചാലും പോകാറുണ്ട്. ഏത് പാവപ്പെട്ടവന്റെ രോഗവും സന്ദർശിക്കാറുണ്ട്. ചെന്നാൽ ഇൻഷാ അല്ലാഹ് സാരമില്ല, രോഗം കൊണ്ട് ദോഷം പുറത്തു പോകും, നിന്റെ കറ കഴുകിപ്പോകും, ഇത് നിനക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ഫലമാണ് എന്ന് പറഞ്ഞ് സമാധാനത്തിന്റെ വാക്ക് പറയും. ഇതൊക്കെ നമ്മൾ നടപ്പാക്കേണ്ടതാണ്. അങ്ങനെ പാവപ്പെട്ടവരെയും പണക്കാരെയും പ്രായമുള്ളവരെയും കുട്ടികളെയും സ്ത്രീകളെയും പുരുഷന്മാരെയും കുടുംബങ്ങളെയും എല്ലാം പരിഗണിക്കേണ്ടതുപോലെ പരിഗണിക്കണം. ചിലരുണ്ട് വീട്ടിലെത്തിയാൽ ഭാര്യമാരോട് കടുത്ത സ്വഭാവത്തിലെ പെരുമാറൂ. ചോദിക്കട്ടെ, സ്വന്തം ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട പുഞ്ചിരി ആ സ്ത്രീക്ക് വേറെ എവിടുന്ന് കിട്ടും? പുഞ്ചിരിച്ചുകൊണ്ട് ഭാര്യയെ അതാ സമീപിക്കാൻ നമുക്ക് കഴിയണ്ടേ? അങ്ങാടിയിലുള്ള വെറുപ്പ് അല്ലെങ്കിൽ മീറ്റിംഗിലുണ്ടായ വെറുപ്പ് അത് വീട്ടിൽ പോയി സ്വന്തം ഭാര്യയോട് പ്രകടിപ്പിക്കാമോ? സുഹൃത്തുക്കളെ, ഭാര്യമാരോട് സന്തോഷത്തോടെ പെരുമാറണ്ടേ, ഭർത്താവിനെ വഞ്ചിക്കാതെ അല്ലാഹുവിനെ ഭയപ്പെട്ട് രഹസ്യവും പരസ്യവും അറിയുന്ന രാജാവ് എന്റെ ജീവിതം അറിയുന്നു, എന്റെ ടെലിഫോൺ അറിയുന്നു, എന്റെ വാക്കറിയുന്നു എന്ന നിലയ്ക്ക് റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് ഭർത്താവിനെ വഞ്ചിക്കാതെ ഭാര്യമാര് ജീവിക്കണ്ടേ? സ്വന്തം ബാപ്പ ഉമ്മയെ പരിഗണിക്കണ്ടേ? സ്വന്തം മക്കൾക്ക് ദീനിന്റെ വിദ്യാഭ്യാസവും അല്ലാത്ത വിദ്യാഭ്യാസവും രണ്ടും നഷ്ടപ്പെടാതെ കൊടുക്കേണ്ടതല്ലേ? നമ്മളെ സ്വന്തം മക്കളെ അതാ ആലിമീങ്ങളെ ഗീബത്ത് പറയിപ്പിച്ച് തങ്ങന്മാരെ കുറ്റം പറയിപ്പിച്ച് അവരെ നാവും മനസ്സുമൊക്കെ ചീത്തയാക്കി അവരാഖിറം നഷ്ടപ്പെടുത്താമോ? ഹലാലല്ലാത്ത സ്വത്തുക്കൾ എവിടുന്നെങ്കിലും കൊണ്ടുവന്ന് സ്വന്തം മക്കൾക്ക് കൊടുത്ത് മക്കളെ നരകത്തിലേക്ക് അയക്കാമോ? എന്റെ ചെറുപ്പക്കാരെ, നൂറുകണക്കിന് ജ്യൂസുകളും ദശക്കണക്കിന് ചായകളും അതുപോലെ ദശക്കണക്കിന് കാപ്പികളും നല്ല പാലും തേനുമൊക്കെ തന്ന രാജാവില്ലേ? ഉമ്മയുടെ വയറ്റിലുള്ളപ്പോ സ്പെഷ്യൽ കുഴലിലൂടെ ഭക്ഷണം തന്ന രാജാവല്ലേ? അവിടുന്ന് ഇറങ്ങിയപ്പോൾ ഉമ്മയുടെ സ്ഥലങ്ങളിൽ നമുക്ക് അതാ പാല് തന്ന രാജാവല്ലേ? ആ സ്ഥലങ്ങൾ കടിച്ചു പോയാൽ ഉമ്മയുടെ മുല പഴുത്താൽ പിന്നെ നമുക്ക് മുല നഷ്ടപ്പെടുമെന്നതുകൊണ്ട് ആ സമയത്ത് വായിൽ പല്ല് തരാതെ നമുക്ക് മുല കുടിക്കാൻ സൗകര്യം തന്ന രാജാവല്ലേ? ആ രാജാവ് ലഹരി കുടിക്കരുത്, കള്ള് കുടിക്കരുത്, അതേ വിസ്കിയും ബ്രാൻഡിയും ബാറും നീറുമായി നടക്കരുത്, അത് നജസാണ്, മാലിന്യമാണെന്ന് പറയുമ്പോ ആ രാജാവിനെ അനുസരിച്ച് നമ്മൾ ഹലാലായത് കുടിച്ച് മതിയാക്കണ്ടേ? റബ്ബ് തന്ന നാവ് കൊണ്ട് കള്ളം പറയാതെ, ചീത്ത പറയാതെ, തെറി പറയാതെ, ഗീബത്ത് പറയാതെ ആ റബ്ബിനെ പുകഴ്ത്തി സുബ്ഹാനല്ലാഹ്
സുബ്ഹാനല്ല ചൊല്ലണ്ടേ, അൽഹംദുലില്ല പറയണ്ടേ, മാഷാ അല്ലാ ചൊല്ലണ്ടേ, അവന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണ്ടേ. പത്രങ്ങൾ മുഴുവനും നോക്കി വിലയിരുത്തുന്ന നമ്മൾ റബ്ബിന്റെ കലാമായ ഖുർആൻ ഒരു കുറഞ്ഞ സമയമെങ്കിലും ഒരു ദിവസം പാരായണം ചെയ്യണ്ടേ. ഓ മുഅ്മിനീങ്ങളെ, ഈ സദസ്, ഈ സ്റ്റേജ്, ഈ സംസാരം, നമ്മുടെ SSFന്റെ പ്രവർത്തനം, SOESന്റെ പ്രവർത്തനം, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനം, ഈ പാവപ്പെട്ട എന്റെ വാക്ക്, നമ്മളുടെ ഈ സദസ് നമുക്ക് തഖ്വയുണ്ടാകാൻ കാരണമായെങ്കിൽ നമുക്കത് ലാഭം കിട്ടി കേട്ടോ. ചെയ്ത പണികളൊക്കെ ഫലത്തിലായി കേട്ടോ. പക്ഷേ നിങ്ങളെ ഉപദേശിക്കാനുള്ള ഒരു യോഗ്യതയുമില്ലാത്ത പാവപ്പെട്ടവരാണ് ഞാൻ. എന്റെ പ്രിയങ്കരായ ഉമ്മമാരെ, കാരണവന്മാരെ, ചെറുപ്പക്കാരെ, മുതഅല്ലിമീങ്ങളെ, മല്ലീബി റദീജിമാ മിൻ വയത്തിഹാ കമാ യുറദു ജിമാ الخيل باللجوم. ഇമാം ബൂസിരി പറഞ്ഞ വാചകം ഓർമ്മയിൽ വരികയാണ്. അതേ വെപ്രാളം കൊണ്ട് ഓടുന്ന, അതേ പിടിച്ചാൽ കിട്ടാത്ത കുതിരയെ പോലെ, വെപ്രാളം കാണിക്കുന്ന കുതിരയെപ്പോലെ അല്ലാഹുവിനെ അനുസരിക്കാൻ സന്നദ്ധമാകാത്ത തടീച്ചയും ശൈത്താനിന്റെ ഭാഗത്ത് നിന്നുള്ള എല്ലാ തെറ്റിലേക്കുള്ള പ്രചോദനവും ഈ പാവപ്പെട്ട എന്നെയും പിടിയോടുന്നില്ലേ. അതുകൊണ്ട് റബ്ബിലേക്ക് അടുക്കാൻ ഏറ്റവും നല്ല ഈ സമയത്ത് എനിക്ക് തഖ്വയുണ്ടാകാൻ നിങ്ങളൊക്കെ റബ്ബിനോടൊന്ന് ദുആ ചെയ്യണേ. പടച്ച റബ്ബേ, ഞങ്ങളെ ഈ സദസ്സും, ഞങ്ങളെ SOESന്റെയും SSFന്റെയും ഞങ്ങളെ മുസ്ലിം ജമാഅത്തിന്റെയും എല്ലാ സംഘടനകളുടെയും ഞങ്ങളുടെ എല്ലാ സംഘടനാ കുടുംബത്തിലുള്ള ഞങ്ങളുടെ സംഘങ്ങളുടെയും എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾക്ക് തഖ്വക്ക് കാരണമാക്കണേ റഹ്മാനേ. ഞങ്ങളെ ഈ മജ്ലിസും നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി ഞങ്ങൾ സ്വീകരിക്കണേ റഹ്മാനേ. എന്റെ ചെറുപ്പക്കാർക്ക് എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങളൊക്കെ സദസ്സിലേക്ക് വരണം. നമുക്ക് റബ്ബിനോട് ദുആ ചെയ്ത് ഈ സദസ്സ് പിരിയണം. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള, നീ പൊരുത്തപ്പെട്ട മജ്ലിസായി ഖബൂൽ ചെയ്യണം റഹ്മാനേ. നമ്മളുടെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളും അല്ലാഹുവിന് സമർപ്പിക്കണം. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ നിസ്കാരവും എന്റെ കർമ്മവും എന്റെ ഇബാദത്തും എല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിന് സമർപ്പിക്കണം. അങ്ങനെ ജീവിച്ച് മരിക്കാനുള്ള ഒരു ഭാഗ്യം അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളും ഖബറിലും അല്ലാഹു സന്തോഷം നൽകട്ടെ. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ, റഈസുൽ ഉലമാ തുടങ്ങിയ നമ്മുടെ പണ്ഡിതന്മാർ, എല്ലാ ആലിമീങ്ങൾക്കും സയ്യിദന്മാർക്കും പ്രവർത്തകന്മാർക്കും സഹായികൾക്കും സഹകാരികൾക്കും അല്ലാഹു തആല ദുനിയാവും ആഖിറവും വിജയിപ്പിച്ചു തരുമാറാകട്ടെ. സുഹൃത്തുക്കളെ, അല്ലാഹു തആല ഖബൂൽ ചെയ്ത് കിട്ടണം എല്ലാ കാര്യങ്ങളും. നമ്മൾ സംഘടനാ പ്രവർത്തനം നടത്തിയാലും, നമ്മുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചാലും, നമ്മൾ എന്ത് ചെയ്താലും അല്ലാഹു ഖബൂൽ ചെയ്ത് കിട്ടണം. അല്ലാഹു ഖബൂൽ ചെയ്ത് കിട്ടണം. അതിനുവേണ്ടി റബ്ബിനോട് ധാരാളമായി പ്രാർത്ഥിക്കണം. ബഹുമാനപ്പെട്ട അത്വാഉസ്സലമി റളിയല്ലാഹു അൻഹു നല്ല തുണി നെയ്തുണ്ടാക്കി, നല്ല ഭംഗിയിൽ നെയ്തുണ്ടാക്കി. ആ തുണിയും കൊണ്ട് അങ്ങാടിയിൽ വിൽക്കാൻ ചെന്നപ്പോ അതിന് വില പറയാൻ വന്ന ആള് അതിങ്ങനെ നോക്കിയിട്ട് കുറെ കുറ്റം കണ്ടുപിടിച്ചു. അങ്ങനെ കുറ്റം പറഞ്ഞപ്പോ മഹാനുഭാവകൾ പൊട്ടി പൊട്ടി അങ്ങ് കരഞ്ഞു. കരയുന്നത് കണ്ടപ്പോ ഈ വന്ന ആൾക്ക് വിഷമം തോന്നി. നിങ്ങൾ പറയുന്ന പൈസ തരാം, നിങ്ങൾ കരയണ്ട,
ഞാൻ കരയുന്നത് തുണിക്ക് വില കുറഞ്ഞ് മേടിച്ചിട്ടല്ല, എന്റെ കരച്ചില് ഞാൻ എത്ര ശ്രദ്ധിച്ച് നെയ്തുണ്ടാക്കിയ ഈ തുണിക്ക് നിങ്ങൾ ഇത്രയും കേടുപാടുകൾ കണ്ടുപിടിച്ചപ്പോ ഞാനിങ്ങനെ ആലോചിച്ചു, അള്ളാഹുവേ, ഞാൻ ആഖിറത്തിന് വേണ്ടി ചെയ്ത എന്റെ അമലുകൾ ഉണ്ടല്ലോ, ആ അമലുകൾക്ക് എല്ലാ രഹസ്യവും പരസ്യവും അറിയുന്ന രാജാവിന്റെ മുമ്പിലെത്തുമ്പോ സുബ്ഹാനല്ലാഹ്, നിസ്കരിക്കാൻ കയറി, ആ നിസ്കാരത്തിൽ ദുനിയാവിന്റെ ചിന്ത പലതും കയറി വന്നു. പ്രവർത്തനത്തിന് നമ്മൾ എവിടെയെങ്കിലും ചെന്നു, അപ്പൊ പ്രവർത്തനത്തിന് നമ്മളെ മനസ്സിലെന്തെങ്കിലും വേണ്ടാത്ത കയറി വന്നു. ഇങ്ങനെ അടുത്തോട്ട് ഇങ്ങോട്ട് സ്റ്റേജുകളുടെ അടുത്തോട്ട്. അങ്ങനെ നമ്മളെ മനസ്സിലൊരു വേണ്ടാത്തത് വന്നു പോയാൽ എല്ലാം പൊളിഞ്ഞുപോയില്ലേ, എല്ലാ അമലും പൊളിഞ്ഞുപോയില്ലേ, മനസ്സിൽ അല്ലാഹു പൊരുത്തപ്പെടാത്തൊരു വിചാരം വന്നാൽ. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട അള്ളാഹു പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ വരുമ്പോ എന്റെ അമലുകൾ, ഞാൻ ചെയ്ത അമലുകൾ, ആ അമലുകൾക്ക് എന്തൊക്കെ കേടുപാടുകളായിരിക്കും നന്നായിട്ട് നോട്ടമറിയുന്ന അള്ളാഹു തആല കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ അമലൊക്കെ ഉണ്ടായിട്ടെന്താ കാര്യം, അത് അള്ളാഹ് കബൂൽ ചെയ്തല്ലേ. ആ ബേജാറിൽ ഞാൻ ഇങ്ങനെ കരഞ്ഞു പോയതാ, എന്റെ തുണിക്ക് വില കുറഞ്ഞതല്ല എന്റെ വിഷയം. സുഹൃത്തുക്കളെ, ആരിഫീങ്ങളും സാലിഹീങ്ങളും ഒക്കെ അങ്ങനെയാ ചിന്തിക്കുന്നത്. നമുക്കിപ്പോ മഴയില്ല, അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും മഴ തരട്ടെ, ഹൈറായ മഴ തരട്ടെ, എല്ലാവർക്കും വെള്ളം തരട്ടെ. മഴയില്ലാത്തതുകൊണ്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നും നിങ്ങളൊക്കെ തെറ്റിയതുകൊണ്ടാണ്. നിങ്ങളെ മനസ്സിൽ ചിലപ്പോൾ തോന്നും ഇയാളെന്തല്ലോ തെറ്റിയതുകൊണ്ടാണ്. ഇങ്ങനല്ലേ നമ്മളെ ഹാൽ, വേറുള്ളവരുടെ തെറ്റല്ലേ നമ്മൾ കാണും. നമ്മളെ തെറ്റിനെ പറ്റി ആർക്കെങ്കിലും വല്ല ആലോചനയുണ്ട്? എല്ലാവരും ഈ ചിന്ത അങ്ങനല്ലേ. അവനും ആ കുറെ മനുഷ്യന്മാർ നമ്മൾ തന്നെ പറയും, ഇരുന്നിട്ടും ഇങ്ങനെ പറയും, മനുഷ്യന്മാരിൽ അങ്ങനത്തെ തെറ്റല്ലേ ഉസ്താദെ ചെയ്യുന്നത്, അങ്ങനെയാ പിന്നെ എങ്ങനെ മഴ കിട്ടുക? അപ്പോഴും നമ്മൾ കാണുന്ന മനുഷ്യന്മാർ തെറ്റിയുന്നു, നമ്മൾ ചെയ്യുന്നുണ്ട് വിജയുണ്ടാവില്ല. അങ്ങനെ ആയിരുന്നു നമ്മളെ കൽബ്. ഞാനാണ് ഏറ്റവും മോശക്കാരൻ, ഏറ്റവും മോശക്കാരൻ ഞാനാണ് എന്ന് ചിന്തിക്കണം. അങ്ങനെയാണ് ഔലിയാക്കളും ആരിഫീങ്ങളും സാലിഹീങ്ങളും ഒക്കെ ചിന്തിച്ചത്. അവരവരെ ശരീരത്തിൽ തന്നെയാ കുറ്റം പറഞ്ഞത്. നിങ്ങൾ കണ്ടില്ലേ, ഫൈന അമ്മാറതി ബിസൂഇ മതഅല്ലത് മിൻ ജഹലി ഹബീനദി ലിശൈബി വൽ ഹാറമി. ഇമാം ബൂസരി എത്ര വലിയ മഹാനാ, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു കണ്ടില്ലേ, ഔലിയാക്കൾ വലിയ പ്രമുഖനല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ കാണുകയും സാലെടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ സ്വന്തം കയ്യിൽ സാല് പിടിച്ചിട്ട് ബുർദ ബൈത്ത് ചൊല്ലിയ വകയിൽ ചുമലിൽ സാലിങ്ങനെ പൊതിച്ചു കൊടുക്കുകയും നേരം വെളുത്തു നോക്കുമ്പോൾ ആ നബി തങ്ങൾ പൊതിച്ച സാല് ചുമലിൽ കാണുകയും ചെയ്ത മഹാനാണ് ഇമാം ബൂസരി. ആ ഇമാം ബൂസരി തങ്ങൾ ബുർദ ബൈത്തിൽ പറഞ്ഞത് കണ്ടില്ലേ, താടിയും തലയൊക്കെ നരച്ചുപോയി. മുക്കത്ത് പലപ്പോഴും ഈ പാവപ്പെട്ട ഞാൻ പഴയകാലത്ത് പ്രസംഗിച്ചിട്ടുണ്ട്, ഇതിന്റെ പരിസരങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് താടിയിലും തലയിലും ഒക്കെ കറുത്ത രോമമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ താടിയും തലയൊക്കെ നരച്ച് കളറ് മാറിയില്ലേ സുഹൃത്തുക്കളെ. في عذلي والسيب أبعد في نصح للتهمي. ഏറ്റവും വലിയ താക്കീത് ചെയ്യുന്ന വസ്തുവല്ലേ ഈ നര. അതുകൊണ്ട് തന്നെ ആരിഫീകളും സാലിഹീങ്ങളും ഇമാം ബൂസരി തങ്ങൾ സ്വന്തം ശരീരത്തെ ആക്ഷേപിച്ച് സംസാരിച്ചത് എനിക്ക് പാഠം പഠിക്കാനാണ്, നമുക്ക് പാഠം പഠിക്കാനാണ്. ഈ മഹത്തായ റജബ് മാസത്തിൽ അവനവന്റെ മനസ്സ് നന്നാക്കി മറ്റുള്ളവർക്ക് കുറ്റവും കുറവും കാണുന്നതിന് പകരം എന്റെ തെറ്റുകൊണ്ടായിരിക്കാം മഴ കിട്ടാത്തതെന്ന് ചിന്തിക്കുന്ന വിശാലമായ നല്ല മനസ്സ് നേടണേ മുസ്ലിമീങ്ങളെ. എന്നിട്ട് റബ്ബിനോട് താണുകേട് മാപ്പ് പറയണേ. പടച്ച റബ്ബേ, ഞങ്ങളെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള മഴ തരണം റഹ്മാനേ. ഞങ്ങളൊക്കെ തെറ്റുകുറ്റങ്ങൾ വന്നുപോയവരാണെങ്കിൽ നിന്റെ ഭൂമിയിൽ ധാരാളം കന്നുകാലികളുണ്ടല്ലോ അല്ലാഹ്, ഉറുമ്പുകളും ഇഴജന്തുക്കളും ഉണ്ടല്ലോ അല്ലാ, അവകൾക്ക് തെറ്റും കുറ്റമൊന്നുമില്ലല്ലോ അല്ലാ. അതുപോലെ എത്രയോ ചെറിയ പിഞ്ചു മക്കളുണ്ടല്ലോ അല്ലാ,
ഞാനിവിടെ കയറി വന്നപ്പോ ഒരു ചെറിയ രോഗമുണ്ടായിരുന്നു, സിറാജുലിലേക്ക് നേർച്ചയാക്കിയപ്പോ മാറിപ്പോയി എന്ന് പറഞ്ഞ് സ്റ്റേജിൽ വന്ന് ഒരു ചെറിയ കുട്ടിനെ കൊണ്ടുവന്നു, മന്ത്രിപ്പിച്ചു. അള്ളാഹു അങ്ങനത്തെ ചെറിയ മക്കളുണ്ടല്ലോ അള്ളാഹ്, ആ കുട്ടികളുടെ ബർക്കത്ത് കൊണ്ടെങ്കിലും ഞങ്ങളുടെ ദോഷങ്ങൾ പൊറുത്ത് ഞങ്ങൾക്ക് മഴ തരണേ അല്ലാ. ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാ. നിന്റെ ദീന് ഞങ്ങൾ പഠിച്ചത് ഞങ്ങൾക്ക് പറയാതെ നിർവാഹമില്ലല്ലോ. ഇല്ലെങ്കിൽ നിന്റെ കോടതിയിൽ വെച്ച് നീ ഞങ്ങളെ ചങ്ങല കിട്ട് നരകത്തിലെറിയുമെന്ന് നിന്റെ ഹബീബായ നബിതങ്ങൾ പഠിപ്പിച്ചതിനാൽ സുന്നത്ത് ജമാഅത്തിനെതിരായി ആരെന്ത് പറഞ്ഞാലും ആരെന്ത് ചെയ്താലും ഞങ്ങൾക്കത് ബോധ്യപ്പെടുമ്പോ ജനങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അത് നിന്റെ ചങ്ങല പേടിച്ചിട്ടാണ് റഹ്മാനെ, നിന്റെ നരകം പേടിച്ചിട്ടാണ് റഹ്മാനെ. അതിഷ്ടപ്പെടാതെ പലരും ഞങ്ങളെ കുറ്റം പറയുന്നവരും ഗൈബത്ത് പറയുന്നവരൊക്കെ ഉണ്ടാകും. അവരൊക്കെ ഹബീബായ നബിയുടെ ഉമ്മത്തുകളാണ്, അറിവില്ലാത്ത ജനങ്ങളാണ്. അവർക്കൊക്കെ പുറത്തു കൊടുക്കണേ റഹ്മാനെ, ഞങ്ങൾക്കും പുറത്തു തരണേ റഹ്മാനെ. ഞങ്ങളെ മനസ്സുകളൊക്കെ തഖ്വയുള്ള മനസ്സുകളാക്കണേ റഹ്മാനെ. സുഹൃത്തുക്കളെ, സാന്ത്വന പ്രവർത്തനത്തിന് വേണ്ടി ഇവിടെ ഒരു കേന്ദ്രം സ്ഥാപിക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ എന്താണ് ഓഫീസ് പ്രവർത്തനത്തിന് വേണ്ടി ബിൽഡിംഗ് ഉണ്ടാക്കാനാണ്, 2 നില മേൽപോട്ട് ഉണ്ടാക്കണം. അതാണ് പരിപാടി അല്ലേ? അതിനുവേണ്ടി സൗകര്യം വേണം, അതിന് കുറച്ച് സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞു. പഠിച്ചവനെ, നിങ്ങളെല്ലാവരും നല്ല നീയത്തോടെ അള്ളാഹ് സ്വർഗം തരണമെന്ന് വിചാരിച്ചിട്ട് കൊടുത്താലേ അൽഹംദുലില്ലാഹ് ഈ വന്ന് മുതലാവും ഈ ചൂടിന്. പറയാം. ഒരു എത്രയാ കമ്പി വേണ്ടത്? 10 കിൻഡൽ അല്ലേ? 10 കിൻഡൽ കമ്പി അല്ലേ? 10 കിൻഡൽ കമ്പി അല്ലേ? 1000 കിലോ അല്ലേ? 10 കിൻഡൽ കമ്പി. അതിന് ഒരു കിൻഡലിന് എത്രയാ? 4000 രൂപ അല്ലേ? എങ്ങനെ എഴുതി കൊണ്ടുപോകുന്നു? അതെ, ഒരു കിൻഡലിന് 4000 രൂപ, 40,000 രൂപ 10 കിൻഡലിന്. ഒരാൾ എന്തെങ്കിലും തരുമെങ്കിൽ അൽഹംദുലില്ലാഹ്, ഇല്ലെങ്കിൽ ഒരു 1-2 ആളുകൾ, അല്ലെങ്കിൽ 2-3 ആൾ, അല്ലെങ്കിൽ 4 ആൾ, ഏറ്റവും നല്ലത്. ഓരോരുത്തർ കഴിവനുസരിച്ച് ഒന്ന് പങ്കുചേർന്നാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ചെറിയൊരു സ്ഥാപനം ആണല്ലോ, വലിയൊരു കോളേജൊന്നും അല്ലല്ലോ. ഈ സഹസുദ്ദീൻ അള്ളാഹു തആല നമുക്ക് എളുപ്പാക്കി തരട്ടെ. ആരാ ഒരു നല്ല നീയത്തോടെ പറയാ, അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും തരുമെന്ന് വിചാരിച്ചിട്ട് പറയണം. നല്ല നീയത്തോടെ. എനിക്ക് ഈ കൂടുതൽ പറയുന്ന വിരിവെടുക്കുന്ന പരിപാടി എനിക്ക് അറിയില്ല, ഞാനോട്ട് ചെയ്യാലുമില്ല. പക്ഷെ ഇതൊരു വലിയ ഗുണകരമായ ഒരു സംഗതിയാണ്. ആരാണ് ഒരു തുറക്കം പറയാ? ഒരു 4 ആളൊരു 30 റുപ്യ പറഞ്ഞാലേ നമുക്ക് കമ്പി അവിടെ പൂർത്തിയാകും. പിന്നെ സിമെന്റ് വേണം, മെറ്റല് വേണം, പിന്നെ എന്താണ് മണല് വേണം, പിന്നെ കല്ല് വേണം, ബക്സി വേണം, വാതില് വേണം, ജനൽക്കട്ടില് വേണം, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വേണം. ഒരു 10,000